എടുത്തു പറയാനായിട്ട് മോഹൻലാലിൻ്റെ ഇൻട്രോ സീനൊക്കെ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ദിലീപിൻ്റെതും കൊള്ളാം, പക്ഷേ കൂടുതലും കയ്യടി കിട്ടിയതും കൊള്ളാമെന്നുള്ളത് മോഹൻലാലിൻ്റെ. ലാസ്റ്റ് ഒരു ക്യാമിയ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ക്യാമിയ ഉണ്ട്, നല്ലൊരു പടം. ഒന്നും പറയില്ല, കാരണം ഒരു 8 വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്. കാരണം ആ രാമനിലേക്ക് ശേഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്കുള്ള ഹിറ്റ് ദിലീപേട്ടന് വന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റായിരുന്നെങ്കിൽ പോലും ഈ ലെവലിലൊരു വലിയൊരു അറിയപ്പെടുന്നൊരു ഹിറ്റ് സിനിമ വന്നിട്ടില്ല. അപ്പോൾ ആ ലെവലിൽ വന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയാണിത്. പിന്നെ പണ്ട് ഇന്നസെൻ്റ് പറഞ്ഞൊരു വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ അയാൾ ഇവിടെ വേണം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് തന്നെയാണ് ഇത് പറയാനുള്ളത്. പുള്ളി ഇവിടെ വേണം, ദിലീപേട്ട ഇവിടെ വേണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്, പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആവശ്യമാണ് പുള്ളി ഇവിടെ വേണം എന്നുള്ളത്. അങ്ങനെ പടം വേറെ ലെവല് പടമാണ്. മോഹൻലാൽ ലാലേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, പുള്ളി അടിയിട്ടുണ്ട് പടത്തിനകത്ത്. ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോമമൊക്കെ നിൽക്കുന്നുണ്ട്. ലാലേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇത് ചെറുപ്പക്കാരനായി വരുന്നെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതില്ല. സിനിമയിലുള്ള ഒരാൾക്കാരല്ലേ, അവരൊക്കെ നമ്മളെ മനസ്സിനകത്തുള്ള ആൾക്കാരാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്ന യാതൊരു കാര്യവും നമുക്കില്ല. കാരണം സിനിമയുടെ രീതി കാണുക, നമ്മൾ ആ രീതിയിലാണ് ഞാൻ പടം കാണാൻ വന്നത്. അല്ലെ ദിലീപ് ഫാൻ അല്ലെ മോഹൻലാൽ ഫാൻ അങ്ങനെ ഒന്നുമല്ല. ഞാനൊരു പേഴ്സണൽ മനുഷ്യമായിട്ടുള്ള കാര്യത്തിൽ പടം കാണാൻ വന്നു. തുടക്കം തൊട്ട് പിള്ളേരെ കാണിക്കണം തൊട്ട് ലാസ്റ്റ് അവസാനം വരെ അടിപൊളിയായിട്ടാണ് പടം. ലാലേട്ടൻ രണ്ടുപേരും ഒരേ കണക്കിൽ തന്നെയാണ്. പാട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വിവാദങ്ങൾ ഇതുമായിട്ട് പൊരുത്തപ്പെടുത്തരുത്. നിങ്ങൾ ഒരിക്കലും ഒരു കുഴപ്പമില്ല. 100% നിങ്ങൾ പടം സിനിമയെ രീതിയിൽ കാണുക. വേറെ ഒന്നിനെ പിടി ചിന്തിക്കാതെ പടം മാത്രം കേട്ടോ. പടം നിങ്ങൾക്ക് പൈസ കൊടുത്തതിന് 100% കോമ്പൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സത്യമായിരുന്നു, നന്നായിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. എന്താ പറയുക, ഞാൻ കുറേ അലറി വിളിച്ച് തൊണ്ടയൊക്കെ പോയി. കാരണം മോഹൻലാലിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ഡൊമിനേഷൻ കാണുമ്പോൾ അലറി വിളിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ദിലീപിൻ്റെ ഒരു ഫൺ മോഡിലൊക്കെയാണ് പടം പോകുന്നത്. പക്ഷേ മോഹൻലാലിന് അവർ പ്രസൻറ്റ് ചെയ്ത രീതിയും, മോഹൻലാലിന് ആ കറുത്ത ഷർട്ട്, കറുത്ത മുണ്ട്, പിന്നെ വിജയ് റെഫറൻസുകളുടെ അയ്യൊരു കളിയാണ് സിനിമ. അതിപ്പം വിജയ് മാത്രമല്ല, KGF വരെ അവരെ റെഫറൻസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സിനിമ ഒരു ഭ്രാന്തമായൊരു രോഗമാണ് നമുക്ക് കാണിച്ചു തരണം. അതായത് ഒരുപാട് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആ സിനിമകളുടെ റെഫറൻസ്, ഇപ്പം ദേവൻ്റെ കഥാപാത്രം, റിയാസ് ഖാൻ്റെ കഥാപാത്രം ഞാൻ നല്ല രീതിയിൽ ചിരിച്ചു. കാരണം അതൊക്കെ ട്രോൾ മെറ്റീരിയലാണ് ഇപ്പോൾ. പക്ഷേ ഈ സിനിമയിൽ ആ ട്രോളിനെ ഇവർ സ്പൂഫായിട്ട് കൊണ്ടുവന്ന് സർക്കാസ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ധ്യാനും വിനീതും അനിയനും ചേട്ടനും കൂടെ ഒരു കൊമ്പ് ഓർക്കലുണ്ട്. നീ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന എൻ്റെ എന്നെയും പറ്റി മോശം പറയും. അപ്പോൾ അത് സിനിമയിലെ ഡയലോഗ് ആണെങ്കിലും നമുക്കത് കണക്റ്റ് ആവും. കാരണം ആ ഒരു സ്പൂഫാണ്, ഭയങ്കര സ്പൂഫാണ് പടം. അതായത് നമ്മൾ മലയാള സിനിമയിൽ പണ്ട് സ്പൂഫുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിറകൊടിഞ്ഞ കിനാവുകളൊക്കെ. പക്ഷേ അതൊന്നും ആരും സ്വീകരിച്ചില്ല. ഇത് പക്ഷേ ഓവർ ലൗഡാണ്. സ്പൂഫാണെങ്കിലും ഓവർ ലൗഡാണ്. ഇപ്പോൾ നമ്മൾ ലോജിക്കൊന്നും നോക്കി ഇതിങ്ങനെ സംഭവിക്കുമോ അങ്ങനെയൊന്നും ഈ സിനിമയിൽ ചോദിക്കും. അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് അവർ എഴുതി കാണിക്കുന്നത് നോ ലോജിക് ഒൺലി മാഡ്നസ്, ഭ്രാന്തമായ ഒരു സിനിമ തന്നെയാണ്. ആ രീതിയിൽ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് മുതലാവുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ദിലീപും മോഹൻലാലും കൂടെ ഒരുപാട് നാളിന് ശേഷം ഒരു പാട്ടിൽ വന്ന് ഡാൻസ് സ്റ്റെപ്പ് കളിക്കുമ്പോൾ നമ്മൾ തിയേറ്ററിൽ അടങ്ങിയിരുന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അലറി വിളിക്കും. അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്ന സിനിമ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനിയും എൻ്റെ ഭാര്യയും മോനും കാണിച്ചിട്ടില്ല സിനിമ, വീണ്ടും വന്ന് കാണും. കാരണം എന്താണെന്ന് പറയുമ്പോൾ റിപ്പീറ്റ് വാച്ചിനുള്ള കുറേ സാധനം എനിക്കുണ്ട് ഈ പടത്തിൽ. അതുകൊണ്ട് ഈ പടത്തിനെ കീറി മുറിക്കാൻ നിന്ന് അതേ പറ്റും. അത് ചിലപ്പോൾ ദിലീപിൻ്റെ ഈ ഒരു അല്ലാതെയുള്ള വ്യക്തി വരാതെ വെച്ച് ചിലപ്പോൾ സിനിമയെ കീറി മുറിക്കും. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഫൈറ്റ് സത്യം പറഞ്ഞാൽ മോഹൻലാലിനാണ് കുറേ സാധനം കൊടുത്തേക്കണം, ദിലീപിനും ഒക്കെയാണ്. ഫൈറ്റ് അല്ല ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു ആനച്ചന്തമാണ്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച പഴയ സിനിമകളുടെ റെഫറൻസ് എടുത്ത് ഒരു സ്പൂഫിൽ ഒരു മൊത്തം പടം അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയോ സ്ക്രീൻ പ്ലേയോ സ്ക്രിപ്റ്റോ ഒന്നുമല്ല. മൊത്തത്തിൽ നമുക്കൊരു 2.5 മണിക്കൂർ ബോറടിക്കാതെ നമ്മൾ ചിരിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രഷ് കോമഡിയിൽ നിന്നല്ല. ഇപ്പം മൂന്നിനുണ്ണിയായിട്ട് മീശമാധവനല്ല സലീം കുമാറിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിരിക്കും, കയ്യടിക്കും. അതുപോലെ തന്നെ കുറേ മൊമെൻറ്റ്സുകൾ അങ്ങനെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ദേവ്ജിയുടെയൊക്കെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഇതൊക്കെ ഇങ്ങനെ റീൽസായിട്ട് പലരും കണ്ടു. അപ്പോൾ ആ റീൽസിൽ നിന്ന് ഇവർ കുറേ സാധനം എടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തമിഴ് ആക്ടറിൻ്റെ ക്യാമിയ ഉണ്ട്, അതാരാണ് ഞാൻ പറയുന്നത്, ആ സിനിമ കണ്ടറിയുക. അപ്പോൾ അതൊക്കെ വരുമ്പോഴേ രസമാണ്. പിന്നെ സാൻഡി മാസ്റ്റർ പുള്ളി ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്. ബൈജു നല്ല റോൾ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ റോളാണ്, അയാൾ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വെച്ച് പറയുകയാണ്. ബാക്കിയൊക്കെ ഒരു കോമഡി ഫീൽ കാണാം. ബാലു വർഗീസ് കുറേ പേരുണ്ട്, അശോകൻ, അങ്ങനെ കുറേ നല്ല എന്താ പറയുക കുറേ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും. പിന്നെ ഗോപി സുന്ദറിനെ ഈ സിനിമയെ കൊണ്ടുവന്നത് വളരെ മികച്ചൊരു തീരുമാനമാണ്. ഒരുപാട് നാളിന് ശേഷം അങ്ങേര് കുറേ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കാരണം തിയേറ്റർ സിനിമ കാണുമ്പോൾ നല്ല ബിജിഎമാണെങ്കിൽ നമുക്കതൊരു ആനച്ചന്ത അഴകാണ്, ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചൊരു സ്ട്രെസ് റിലീഫാണ്. ഈ സിനിമ ഭയങ്കര മഹത്തരമാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റും.